ശാന്തമായൊഴുകുന്ന വെള്ളിയാറിൻ്റെ തീരഭൂവിൽ ഇതാ ഒരു നാട്ടിൻപുറം, മേലാറ്റൂർ. ചരിത്രമുറങ്ങുന്ന ഏറനാടൻ മണ്ണിൻ്റെ ഹൃദയം ഇവിടെ സ്പന്ദിക്കുന്നുണ്ട്. ഗ്രാമചാരുതയുടെ പച്ചപ്പുകളിലേക്ക് കടന്നുവരുന്ന ആധുനിക ജീവിതത്തിൻ്റെ തുടിപ്പുകൾ മേലാറ്റൂരിൻ്റെ മുഖച്ഛായ മാറ്റുന്നു. മതജാതി ഭേദചിന്തയില്ലാതെ സാഹോദര്യത്തിൻ്റെ പൂക്കാലം വിടർന്ന ഒരു ചരിത്രഭൂമികയിലൂടെ ഈ മണ്ണും മനുഷ്യരും കടന്നുവന്നു. മേലാറ്റൂർ മുന്നോട്ടു പോവുകയാണ്, ചരിത്രത്തിലൂടെ, വളർച്ചയുടെ പടവുകളിലൂടെ. സാമൂഹ്യ പങ്കാളിത്തത്തോടെയുള്ള സാന്ത്വന പരിചരണങ്ങളിൽ മലപ്പുറം ജില്ല ലോകത്തിന് തന്നെ മാതൃകയാണ്. കേരളത്തിലെ 140 പാലിയേറ്റീവ് കേന്ദ്രങ്ങളിൽ 36 എണ്ണം പ്രവർത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്നത് വളരെ പ്രധാനമാണ്. അതിലൊന്നാണ് മേലാറ്റൂരിലേത്. സഹജീവികളെ സ്നേഹിക്കുക എന്നത് തന്നെയാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. രോഗം വരുന്നത് ഒരാളുടെയും കുറ്റം കൊണ്ടല്ല, ആർക്കും എപ്പോഴും വരാവുന്നതാണത്. രോഗികൾക്ക് സാന്ത്വനമേകുക സംസ്കൃത സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. സഹജീവിയുടെ വേദനയിൽ പങ്കുകൊണ്ട് ആശ്വാസമരുളുമ്പോഴാണ് ദൈവമെന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുന്നത്. കഷ്ടപ്പെടുന്ന, വേദനിക്കുന്നവരോടുള്ള കരുണ തന്നെയാണ് യഥാർത്ഥ പ്രാർത്ഥനയിലുള്ളത്. ഒരു കണ്ണീർ കണമെങ്കിലും മറ്റുള്ളവർക്കായി പൊഴിക്കുമ്പോൾ മാത്രമാണ് ജന്മം പുണ്യമായി തീരുന്നത്. മാരകമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന സഹജീവികളെ സ്നേഹത്തോടെയും ആർദ്രതയോടെയും പരിചരിക്കുകയും സഹായിക്കുകയുമാണ് പാലിയേറ്റീവ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേലാറ്റൂർ പാലിയേറ്റീവ് ക്ലിനിക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുടക്കം ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായത്. അത് തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ള വളരെയധികം രോഗികൾ നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്നു. അതായത് മേലാറ്റൂർ, കരുവാരക്കുണ്ട്, വെട്ടത്തൂർ, അതുപോലെ പാണ്ടിക്കാട്, ആകെ ഇത്തരം രോഗികളുടെ പരിചരണത്തിന് നിലവിലുണ്ടായിരുന്നത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശം എന്നുള്ള നിലക്ക് മണ്ണാർക്കാടാണ് ഒരു ക്ലിനിക് ഉണ്ടായിരുന്നത്. കൂടാതെ മറ്റൊരു ക്ലിനിക്ക് മഞ്ചേരിയിലുള്ളതായിരുന്നു. അപ്പൊ തുടക്കത്തിൽ കുറച്ച് ആളുകൾ ഈ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരാകുകയും ഇവിടെ ഇത് തുടങ്ങണമെന്നുള്ള ശക്തമായ ഒരാവശ്യം അവരിൽ ഉണ്ടാവുകയും അങ്ങനെ ഒരു ചെറിയ സംഘം ഏകദേശം 10 കൊല്ലങ്ങൾക്ക് മുമ്പ് കൂടിയാലോചിക്കുകയും അങ്ങനെ ക്ലിനിക്കിന് തുടക്കം കുറിക്കുകയുമാണ് ചെയ്തത്. പരിചരണം സമൂഹത്തിന്റെ ഔദാര്യമല്ല, രോഗിയുടെ അവകാശമാണത്. മേലാറ്റൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള ഇത്തരം രോഗികൾക്ക് സാന്ത്വന പരിചരണം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി 2002 ജൂണിൽ മേലാറ്റൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. തുടക്കത്തിൽ നമുക്ക് സ്വന്തമായി ഒന്നുമില്ലായിരുന്നു. തൊട്ടടുത്ത മണ്ണാർക്കാട് ക്ലിനിക്കിൽ നിന്ന് വാഹനവും മരുന്നും നേഴ്സും ഡോക്ടറും ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് OP നടത്തുക. ആദ്യമായി ഹോം കെയർ ആയിരുന്നു. ഹോം കെയർ തുടങ്ങി കുറെ അതൊരു
സ്ഥിരം സംവിധാനമായതിനു ശേഷമാണ് ക്ലിനിക്ക് നമ്മൾ തുടങ്ങുന്നത്. അത് മേലാറ്റൂർ ടൗണിലെ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള പടിയത്ത് മെഡിക്കൽ സെന്ററിലെ ക്ലിനിക്കിലെ ഒരു മുറിയിലായിരുന്നു ഈ ക്ലിനിക്കിന് സമാരംഭം കുറിച്ചത്. അങ്ങനെ ഏകദേശം 4 വർഷത്തോളം ആ ക്ലിനിക്കിനോടനുബന്ധിച്ച് തന്നെയായിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. 1.5 വർഷത്തിന് ശേഷം ആ ക്ലിനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ മുമ്പിലുള്ള കെട്ടിടത്തിലേക്ക് മാറിയപ്പോൾ ഈ ക്ലിനിക്കും അതിനോടനുബന്ധിച്ച് മാറുകയുണ്ടായി. അങ്ങനെ 4 വർഷത്തോളം വളരെയധികം പ്രയാസം സഹിച്ചുകൊണ്ടാണ് നമ്മളവിടെ അതിൻ്റെ OPയും അതുപോലെ ഹോം കെയറും മറ്റു സംവിധാനങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ക്യാൻസർ, പക്ഷാഘാതം, തളർവാദം, നട്ടെല്ലിനു ക്ഷതം, വൃക്കരോഗങ്ങൾ, വാർദ്ധക്യകാല രോഗങ്ങൾ എന്നീ ദീർഘവും മാരകവുമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് സ്നേഹവും ആശ്വാസവുമാവുക എന്നതാണ് പാലിയേറ്റീവ് കെയർ അഥവാ സാന്ത്വന പരിചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ആധുനിക ചികിത്സാ സൗകര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി രോഗിക്ക് സാന്ത്വനം, ആത്മവിശ്വാസം നൽകുക എന്നത് തന്നെയാണ് പാലിയേറ്റീവ് കെയർ. പടിയത്ത് ക്ലിനിക്കിലെ ഒറ്റ റൂമിൽ അങ്ങേയറ്റം പ്രയാസത്തോടെ പ്രവർത്തിച്ചു വരുന്ന ക്ലിനിക്കും രോഗികളുടെ ബാഹുല്യവും പുതിയ ഒരു ആസ്ഥാനം കണ്ടെത്താൻ സംഘാടകരെ പ്രേരിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ ഫലമായാണ് 2004 മിനി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെൻറ്റ്, ഗാനമേള പോലെയുള്ള സംരംഭങ്ങളിലൂടെ സ്വരൂപിക്കാനായ സംഖ്യയും പ്രവാസി സഹോദരങ്ങൾ 10 സെൻറ്റ് ഭൂമി മേലാറ്റൂർ ചന്തപ്പടി ആശുപത്രിപ്പടിക്ക് സമീപം വാങ്ങിത്തന്ന 10 സെൻറ്റ് സ്ഥലവും പുതിയൊരു ആസ്ഥാന നിർമ്മാണത്തിന് പ്രേരിപ്പിക്കുകയുണ്ടായി. ഈ ആസ്ഥാനം നിർമ്മാണം 2 വർഷം കൊണ്ട് 2006 പൂർത്തിയാകുകയും 2006 ജൂണിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് പുതിയ സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറുകയുമുണ്ടായി. മേലാറ്റൂർ ചന്തപ്പടിയിൽ ഇർഷാദ് സ്കൂളിന് സമീപം കഴിഞ്ഞ 10 വർഷമായി സാന്ത്വന പരിചരണവുമായി മേലാറ്റൂർ പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വേദനയിൽ നിന്ന് മോചനം, വേദനിക്കുന്നതിന് സാന്ത്വനം, ഈ ആശയം മുഖമുദ്രയായി കാരുണ്യത്തിൻ്റെ കൈത്തിരിയുമായി രോഗികളെ തേടിയെത്തുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംഘടനയുടെ പ്രവർത്തനം എല്ലാം കൊണ്ടും പ്രശംസനീയമാണ്. സമീപ പ്രദേശങ്ങളിലെ പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ള 70% രോഗികൾക്ക് പരിചരണം എത്തിക്കുവാൻ മേലാറ്റൂർ പാലിയേറ്റീവ് കെയറിന് കഴിയുന്നുണ്ട്. ഒരു കാലത്ത് സജീവമായി മേലാറ്റൂർ ക്ലിനിക്കിൽ സേവനമനുഷ്ഠിക്കുകയും പിന്നെ അതിൻ്റെ വളർച്ചയെന്നോണം കരുവാരക്കുണ്ട് തന്നെ മറ്റൊരു ക്ലിനിക്ക് ആരംഭിക്കുകയും ചെയ്തപ്പോൾ പ്രവർത്തനം ആ മേഖലയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ മേലാറ്റൂർ ക്ലിനിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മറ്റൊരു ക്ലിനിക്കിൽ നിന്ന് മേലാറ്റൂർ ക്ലിനിക്കിനെ നോക്കിക്കാണുമ്പോൾ ഇവിടെയുള്ള ആളുകളുടെ, നാട്ടുകാരുടെ സജീവമായ സാന്നിധ്യം കൊണ്ട് പുതിയ പുതിയ സംവിധാനങ്ങൾ ഒരുക്കാനും ദുരിതമനുഭവിക്കുന്ന രോഗികൾക്ക് ഏറെ ആശ്വാസം നൽകാനും ഈ സംവിധാനത്തിന് ആവുന്നുണ്ടെന്നറിയുമ്പോൾ വലിയ സന്തോഷമാണ്. മറ്റു ക്ലിനിക്കുകൾക്കും ഇതൊരു മാതൃകയാവട്ടെ. ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് മറ്റു ക്ലിനിക്കുകളും ഇത്തരം പുതിയ സംവിധാനങ്ങളുമായി മുന്നോട്ട് വന്ന് ആളുകൾക്ക് ഉപകാരപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഒരാഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. സാന്ത്വന പരിചരണങ്ങളിൽ പ്രത്യേകം പരിശീലനം നേടിയ ഡോക്ടർമാർ, നഴ്സുമാർ, സന്നദ്ധ സേവകർ എന്നിവരടങ്ങിയ സംഘം രോഗികൾക്കാവശ്യമായ ചികിത്സയും പരിചരണവും നൽകുന്നു. മേലാറ്റൂർ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ കീഴിൽ ധാരാളം രോഗികൾ സാന്ത്വന പരിചരണത്തിന്റെ സ്നേഹത്തണൽ അനുഭവിക്കുന്നുണ്ട്.
പുല്ലിക്കുത്തിലെ 50-കാരനായ ഉണ്ണികൃഷ്ണൻ നട്ടലിന് ക്ഷതം ബാധിച്ച് 12 വർഷമായി കിടപ്പിലാണ്. എന്താ പറ്റിയത്? മരത്തമ്മ ഒന്ന് അങ്ങനെ എടുത്ത് അൽസിബ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തീരെ വലിയൊരു മരം കഷ്ണം കിടക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അങ്ങനെ കിടന്നു. പിന്നെ ഇരിക്കാനായത് എത്ര കാലം കൊണ്ടാണ്? അതൊരു 6-7 മാസമൊക്കെ ആയപ്പോഴേക്കും കുറേശ്ശെ ഇങ്ങനെ ഇരിക്കാനായി. പക്ഷെ പിന്നെ ഇങ്ങനെ ആയിട്ട് പിന്നെ കുറേ കാലമായിട്ട് പറ്റ ബാക്കിലേക്ക് തീരെ പഴയ സ്റ്റേജിൽ തന്നെയാണ് വന്നത്. ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ, കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? അത് ഇങ്ങനെ ഒരു പശുവിനെ കറന്നിട്ട് അങ്ങനെ. പശു ഈ ബുദ്ധിമുട്ടുണ്ടായതിന് ശേഷം വാങ്ങിച്ചാണോ അതിന് മുൻപ് വാങ്ങിച്ചത്? പശു ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ആദ്യം അതൊരു പിന്നെ എന്താ പറയുക, ഒരു രസമായിട്ട് അതൊരു വീട്ടു ചെലവിനുമായിട്ട് അന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതൊരു കുടുംബ ചെലവായിട്ട്, അതല്ലാതെ ചെലവിന് നിവൃത്തിയൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ. ഈ പശുവിന്റെ പാല് കൊണ്ട് മാത്രം കുടുംബത്തിന്റെ കാര്യങ്ങൾ നടക്കുമോ? നടക്കില്ല. പക്ഷെ അപ്പൊ അതിനനുസരിച്ച് പിന്നെ സഹായങ്ങൾ ഇപ്പോൾ വാലി ടിവിന്ന് മറ്റേ വീട് സാധനങ്ങൾ വാങ്ങാനുള്ള സഹായം അവര് തരുന്നുണ്ട്. അവര് നമുക്ക് നമ്മളെന്ത് ആവശ്യപ്പെടുന്നു അത് ചെയ്തു തരും. അപ്പോൾ വയ്യെങ്കിൽ അപ്പോൾ ഒരു ഡോക്ടർ വരും. പിന്നെ അത് അപ്പം മരുന്ന്, ഇനി ഡോക്ടർ ഇല്ലെങ്കിൽ അടുത്ത ഒരു ഡോക്ടറെ അവിടെ വേറെ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ടേ കാണിക്കും. അതിന് നമുക്ക് എന്താ ആവശ്യങ്ങൾ വെച്ചാൽ അത് ചെയ്തു തരും. ഈ ഇപ്പയുടെ അടുത്ത് ഈ ഫിസിയോതെറാപ്പി ഡോക്ടർ വന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ കയ്യിനും കാലിനൊക്കെ ഇങ്ങനെ അവരെ നിർദ്ദേശപ്രകാരം. മേലാറ്റൂർ പാലിയേറ്റീവ് കെയർ മുഴുവൻ സമയ പരിചരണവും നൽകുന്നു. മരുന്ന്, ചികിത്സ, ഭക്ഷണം, മക്കളുടെ വിദ്യാഭ്യാസം എന്നിവയൊക്കെ പാലിയേറ്റീവ് കെയർ നടത്തുന്നുണ്ട്. എടപ്പറ്റ അമ്പാഴപ്പറമ്പിൽ 38-കാരനായ കുണ്ടിൽ മുസ്തഫ സെൻട്രിംഗ് ജോലിക്കാരനായിരുന്നു. ജോലിക്കിടയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച് അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലായി. ഇനി ഒരിക്കലും തനിക്ക് എഴുന്നേറ്റ് നടക്കാനാവില്ല എന്ന് മുസ്തഫയ്ക്കറിയാം. പരസഹായമില്ലാതെ തന്റെ പ്രാഥമിക ആവശ്യം പോലും ചെയ്യാൻ കഴിയില്ലെന്ന് മുസ്തഫയ്ക്കറിയാം. പക്ഷേ മുസ്തഫ ആത്മവിശ്വാസത്തോടെ പറയുന്നു, എൻ്റെ സ്വന്തം ആവശ്യങ്ങൾ ചെയ്യാനും ബാത്റൂം സൗകര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു റൂം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിക്കിടെ പല രോഗികളെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ സംഗമം കൂട്ടായ്മ ഇവിടെ ഉണ്ടാക്കും. മേലാറ്റൂർ സൈനാമാലത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തായ സംഭവമാണ്. അവരില്ലെങ്കിൽ ഞാൻ ഈ സംഭവം ചുരുക്കി വെച്ചില്ല. അവരുടെ കൂടുതൽ സഹായങ്ങളാണ് ഞാൻ പ്രതീക്ഷിച്ച്. അവരുടെ സഹായം കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എവിടെ പോകണമെങ്കിലും എവിടെ മറിഞ്ഞ് നിൽക്കണമെങ്കിലും അവരുടെ സഹായങ്ങൾ എപ്പോഴും ഇരിക്കുന്നുണ്ട്. ഭക്ഷണവും വസ്ത്രവും മക്കളുടെ വിദ്യാഭ്യാസവും ഹോം കെയർ, ഡേ കെയർ മുതലായവയെല്ലാം ക്ലിനിക്ക് മുസ്തഫയ്ക്ക് നൽകി വരുന്നുണ്ട്. മേലാറ്റൂർ അത്താണിയിലെ വൃദ്ധയായ കാളി ക്യാൻസർ ബാധിതയാണ്. വീട്ടുപണിക്ക് പോകുന്ന അവിവാഹിതയായ മകളോടൊപ്പമാണ് കാളിയുടെ താമസം. മരുന്നടക്കമുള്ള സഹായങ്ങൾ ക്ലിനിക്ക് കാളിക്ക് നൽകി വരുന്നുണ്ട്. മൂനാടിയിലുള്ള ഹംസ കുവേരി എന്ന 39-കാരന്റെ ജീവിതം ഉയർപ്പിന്റെ കൂടിയാണ്. ക്യാൻസർ വന്ന് വലതുകാൽ മുട്ടിനു മുകളിൽ 2 പ്രാവശ്യം മുറിച്ചതാണ്. ഭാര്യ, +2 വിദ്യാർത്ഥിയായ മകൾ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ, ഉമ്മ എന്നിവരടങ്ങിയ ഹംസയുടെ കുടുംബത്തെ താങ്ങി നിർത്തിയത് ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ. ഹംസയെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഇപ്പോൾ പുത്തംകുളം ജംഗ്ഷനിൽ പെട്ടിക്കട നടത്തുകയാണ് ഇയാൾ. പതിനാറുകാരിയായ മെഹറുന്നിസയ്ക്ക് ഇത് 2ാം ജന്മമാണ്. നട്ടെല്ലിൽ ക്യാൻസർ ബാധിച്ചത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്.
അരയ്ക്ക് താഴെ തളർന്നുപോയ ഈ കുട്ടിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ പഠിക്കാനുള്ള ആഗ്രഹം മനസ്സിലൊതുക്കി കഴിയുമ്പോഴാണ് പാലിയേറ്റീവ് കെയർ വളണ്ടിയേഴ്സിന്റെ ശ്രദ്ധയിൽ പെടുന്നത്. ക്ലിനിക്കിന്റെ സഹായത്തോടെ ഇപ്പോൾ വേങ്ങൂർ ഹൈസ്കൂളിൽ വിദ്യാർത്ഥിനിയാണ്. നാവൽപ്പടിയിലുള്ള വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള യാത്ര, പഠനാവശ്യങ്ങൾ, മരുന്ന് ഇവയെല്ലാം ക്ലിനിക്ക് നൽകി വരുന്നു. ക്ലാസ് ടീച്ചറാണ്. എൻ്റെ പേര് റസീന. മേലാറ്റൂർ പാലിയേറ്റീവ് ക്ലിനിക് കുട്ടിക്ക് വേണ്ടിയിട്ട് നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് വരാനും പോകാനും ഓട്ടോ സൗകര്യപ്പെടുത്തി, അതുപോലെ വീൽ ചെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിലാണ് മേലാറ്റൂർ പാലിയേറ്റീവ് ക്ലിനിക് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ അവർ വന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. ഇവിടെ വന്നപ്പോൾ കുട്ടിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ശരിക്കും 4ാം ക്ലാസ് വരെയാണ് ആ കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. മേലാറ്റൂർ മനഴിയിലുള്ള 55-കാരനായ അഹമ്മദ് കുട്ടി മനോരോഗിയാണ്. തളർവാദം പിടിച്ച് വലതുവശം തളർന്നു കിടക്കുകയാണ്. ക്ലിനിക്ക് എല്ലാവിധ പരിചരണവും നൽകി വരുന്നു. ചെമ്മാണിയോടുള്ള മൊയ്തീൻകുട്ടി എന്ന 34-കാരൻ അപകടത്തിൽപ്പെട്ട് അരക്ക് താഴെ തളർന്നുപോയിരുന്നു. പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ കീഴിൽ കുറച്ചൊക്കെ നല്ല മെച്ചമുണ്ടായിട്ടുണ്ട്. അവരാഴ്ചയിൽ ഫിസിയോതെറാപ്പിന്റെ കീഴിൽ ഡോക്ടർമാർ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അവരുടെ വളണ്ടിയേഴ്സിന്റെ മൊത്തത്തിൽ ഒരു സേവനം മനസ്സിനും ശരീരത്തിനും നല്ലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ അവരെ ആഴ്ചയിൽ കൊണ്ടുപോയിട്ട് അവിടെ വരെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാക്കും. പിന്നെ അവർ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഓരോ ടൂറായിട്ടും പിന്നെ ഓരോ പരിപാടിക്ക് പിന്നെ ഇങ്ങനെ ഈ ആളുകൾ സുഖമില്ലാത്ത ആളുകൾ വെച്ചിട്ടുള്ള പരിപാടി നടത്തുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോയിട്ടൊക്കെ ശരീരത്തിന് മനസ്സിലൊക്കെ നല്ലൊരു മാറ്റങ്ങൾ ഇങ്ങനെ അവിടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ എല്ലാം കൈവിട്ടുപോയ ഈ ചെറുപ്പക്കാരൻ 6 വർഷത്തോളം ക്ലിനിക്കിന്റെ പരിചരണത്തിന്റെ ഭാഗമായി രോഗം ഭേദപ്പെടുകയും ക്ലിനിക്കിന്റെ സഹായത്തോടെ മംഗല്യ സൗഭാഗ്യം ലഭിക്കുകയുമുണ്ടായി. ഇത് ജില്ലയിലെ ആദ്യത്തെ സംഭവമാണ്. ക്ലിനിക്കിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് മൊയ്തീൻകുട്ടിയുടെ ജീവിതം. എടപ്പറ്റ വെസ്റ്റിലുള്ള ബുഷ്ര എന്ന 21-കാരി നട്ടെല്ലിന് ക്യാൻസർ ബാധിച്ച് അരക്ക് താഴെ തളർന്ന് കിടപ്പിലായി. എല്ലാ പ്രതീക്ഷകളും നശിച്ച കുടുംബത്തിന് അത്താണിയായത് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കാണ്. കമ്പ്യൂട്ടർ ഉൾപ്പെടെ വീട്ടിലിരുന്ന് പഠിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ബുഷ്രയ്ക്ക് ക്ലിനിക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്നു. വെട്ടത്തൂർ മേൽക്കുളങ്ങര രാമൻ കാവണ്ണ 78 വയസ്സ്. അന്നനാളത്തിന് ക്യാൻസർ ബാധിച്ച് കിടപ്പിലാണ്. ഭാര്യയും മകളും മാത്രമാണ് സഹായത്തിനുള്ളത്. ക്ലിനിക്ക് എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് രാമൻ കാവണ്ണയോടൊപ്പമുണ്ട്. 69-കാരിയായ ചുങ്കം സ്വദേശി ഭാർഗവി പൂളക്കൻ തളർവാദം പിടിപെട്ട് കിടപ്പിലാണ്. ഭർത്താവും മകനും എല്ലാ കാര്യങ്ങളും സജീവമായി ശ്രദ്ധിക്കുന്നുണ്ട്.
മരുന്ന്, ചികിത്സ മുതലായ എല്ലാ സഹായങ്ങളും ക്ലിനിക്ക് നൽകി വരുന്നു. പട്ടിക്കാട് സ്വദേശിയായ 55-കാരനായ അലവി അരിപ്രത്തുടി തനിക്ക് സംഭവിച്ച ദുരന്തം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളെല്ലാം തകർത്തു കളഞ്ഞിരുന്നു. മരത്തിൽ നിന്ന് വീണ് നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച് അരയ്ക്ക് താഴെ തിളർന്നു കിടപ്പിലായ അലവിക്ക് ഭാര്യയും 3 പെൺകുട്ടികളുമടങ്ങിയ ഈ നിർധന കുടുംബത്തിന് തുണ നൽകിയത് പാലിയേറ്റീവ് ക്ലിനിക്കാണ്. ക്ലിനിക്കിന്റെ സഹായത്തോടെ 2 പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞു. ഒരു കുട്ടി പഠിക്കുന്നു. വീട്ടിലെ ചെലവുകൾ ഉൾപ്പെടെ മരുന്ന്, ചികിത്സ എല്ലാം ക്ലിനിക്കിന്റെ ഉത്തരവാദിത്വത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. റസാഖ് പുളിയക്കുന്നൻ മുറിയുടെ 4 ചുമരുകൾക്കുള്ളിൽ 22 വർഷകാലമായി നട്ടെല്ലിന് ക്യാൻസർ ബാധിച്ച് കഴുത്തിനു താഴെ തളർന്നു കിടപ്പിലാണ്. ജനാലക്കരികിൽ അകലത്തെ ആകാശവും നോക്കി വേദന തിന്നു കിടന്ന റസാഖ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഇടപെടലിലൂടെ 22 വർഷത്തിനു ശേഷം 2010 ജൂൺ മാസത്തിൽ ആദ്യമായി പുറംലോകം കണ്ടു. അതിനുശേഷം എല്ലാ വ്യാഴാഴ്ചകളിലും ക്ലിനിക്കിൽ ഈ മുള്ളിയാകൃഷി സ്വദേശിയെ കൊണ്ടുവരുന്നു. അങ്ങനെ പിന്നെ 20 വർഷത്തിന് ശേഷമാണ് പുറംലോകം കണ്ടത്. പാലിയേറ്റീവിന്റെ ആൾക്കാർ വന്ന് അവരാണ് പുറത്തിറക്കിയത്. ഇപ്പോൾ അടുത്ത ഒരു കൂട്ടുകാരന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം റസാഖിനും കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വാർദ്ധക്യം തീരാ ദുരിതങ്ങളാണ് തീർക്കുന്നത്. മലയന്തുടി ആയിഷ എന്ന 92-കാരിക്ക് ഇത് കുറെ കൂടി ദുഃഖകരമാണ്. വാർദ്ധക്യകാലത്ത് സംരക്ഷിക്കേണ്ട 52 വയസ്സുള്ള മകൾ മാനസിക രോഗിയാണ്. ഞങ്ങൾ 3 ദിനം ഇവിടെ താമസിച്ചത്. ഞങ്ങൾ ആദ്യം മുതലേ കഷ്ടപ്പാടിലാണ്, ഒരുപാട് കഷ്ടപ്പാടിട്ടാണ് ഇവിടെ ജീവിച്ചിരുന്നത്. ഇരുപത്തിനാല് വയസ്സുള്ള മകളുടെ മകൾ തയ്യൽ ജോലിയെടുത്ത് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് ഈ കുടുംബത്തിന് ഏക ആശ്രയം. ഇപ്പൊ 3-4 വർഷം ഇവിടെ വരുന്നു. മെല്ലാറ്റൂരത്തെ അവർക്ക് തരും, അവരെല്ലാ മാസം വരും. അത് നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. എല്ലാ മാസം വരും. ഇങ്ങനെ വിവിധ മാറാരോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നവരെ, അവരുടെ കുടുംബത്തെ സഹായിക്കുക എന്ന മഹത്തായ ദൗത്യം മേലാറ്റൂർ പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് ഏറ്റെടുത്തിരിക്കുന്നു. സഹജീവികളോടുള്ള സ്നേഹവും പരിഗണനയും രോഗദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്നവരോടുള്ള അനുകമ്പയും കൈമുതലായ ഒരു കൂട്ടം വളണ്ടിയർമാർ മേലാറ്റൂർ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ശക്തിയാണ്. വീടുകളിൽ ചെന്ന് സന്ദർശിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. രോഗദുരിതങ്ങളെ മറന്ന് തങ്ങളെക്കൊണ്ട് ചെറിയ ഉൽപാദനപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും എന്നതിന് തെളിവാണ് ഡേ കെയർ യൂണിറ്റിനോടൊപ്പം നിലകൊള്ളുന്ന സോപ്പ് കുടനിർമ്മാണ യൂണിറ്റുകൾ. മുറിയുടെ 4 ചുമരുകളിൽ നിസ്സഹായരായി കിടക്കുമ്പോഴുള്ള രോഗിയുടെ മനോവ്യാപാരങ്ങളിൽ നിന്ന് അവരെ മുക്തരാക്കുകയും ഉൽപാദന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുന്നതോടൊപ്പം തങ്ങളുടെ പേശികൾക്ക് ചെറുപ്രവർത്തനങ്ങളിലൂടെ വ്യായാമം നൽകുക എന്നതും ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യമാണ്. രോഗത്തിന്റെയും ദുരിതത്തിന്റെയും ഇടയിൽ നിന്ന് മനസ്സിന് ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്നതിനു വേണ്ടി
ക്ലിനിക്കിൽ നിന്ന് നടത്തുന്ന സാന്ത്വന യാത്രകൾ. രോഗിയുടെ ആത്മവിശ്വാസത്തെ അങ്ങേയറ്റം ഉയർത്തുന്നുണ്ട് ഈ സാന്ത്വന യാത്രകൾ. പ്രത്യേകമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടെ സാന്ത്വന യാത്രകൾ ക്ലിനിക്ക് സംഘടിപ്പിക്കുന്നുണ്ട്. നാടൻ പെണ്ണുങ്ങൾ കളിപ്പീരുണ്ടോ, ഈ നാട്ടിൽ ചെറുമണി കടലയ്ക്ക് കളിപ്പീരുണ്ടോ, ഈ നാട്ടിൽ തൊഴിലാളി മുതലാളി വ്യത്യാസമുണ്ടോ, ക്ലിനിക്കിലെ രോഗികൾ വന്നിരിക്കും നേരം ഒരുമിച്ച് കൈകൊട്ട് പാടി നിൽക്കും, ഈ നാട്ടിലെ നാടൻ സഹോദരന്മാർ കളിപ്പീരുണ്ടോ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ, പ്രവാസി സഹോദരങ്ങൾ, പള്ളി മഹല്ല് കമ്മിറ്റികൾ, ആരാധനാലയങ്ങൾ, സാമൂഹിക സന്നദ്ധ സാംസ്കാരിക സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിലുള്ളവരുടെ സഹായഹസ്തങ്ങളാണ് പാലിയേറ്റീവ് കെയറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ ക്യാൻസർ, പക്ഷാഘാതം, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ, വൃക്കരോഗങ്ങൾ, എയ്ഡ്സ്, ക്ഷയരോഗം തുടങ്ങിയ മാരക രോഗങ്ങൾ മൂലം ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചികിത്സ, മരുന്ന്, ഗൃഹകേന്ദ്രീകൃത പരിചരണം, വാട്ടർ ബെഡ്, വീൽചെയർ, ക്രച്ചസ്, ഡയാലിസിസ് ഉപകരണങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ തീർത്തും സൗജന്യമായാണ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. വൃക്കരോഗികളുടെ ക്ഷേമത്തിനാവശ്യമായ സഹായങ്ങൾ ഏർപ്പെടുത്തുന്നതിന് KPWSനോടൊപ്പം സ്വന്തമായി ഡയാലിസിസ് യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തുടക്കത്തിൽ ഡയാലിസിസ് സാമഗ്രികൾ മൊത്ത വിപണിയിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് മൊത്തവിലക്ക് വാങ്ങി രോഗികൾക്ക് സഹായകമായിട്ടുള്ള രീതിയിൽ വിതരണം ചെയ്യാൻ ആരംഭിച്ചെങ്കിലും തുടർന്ന് ഇത് സൗജന്യമായി നൽകാൻ ക്ലിനിക്കിൻ്റെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടുന്നതിനനുസരിച്ച് രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി നൽകുന്ന രീതിയിലേക്ക് വന്നു. എന്നാൽ പെരിന്തൽമണ്ണ അടക്കമുള്ള പരിസര പ്രദേശങ്ങളിലെ ആശുപത്രികളിലെ വൃക്കരോഗികളുടെ കടുത്ത തിരക്കും ഡയാലിസിസ് ചെയ്ത് കിട്ടാനുള്ള താമസവുമൊക്കെ വീണ്ടും ക്ലിനിക്കിൻ്റെ ഭാരവാഹികളെയും പ്രദേശവാസികളെയും ഈ ക്ലിനിക്കിൽ രജിസ്റ്റർ ചെയ്ത വൃക്കരോഗികളുടെ നിരന്തര സമ്മർദ്ദവുമൊക്കെയായി സ്വന്തമായൊരു ഡയാലിസിസ് സെൻ്റർ എന്ന അവസ്ഥയിലേക്ക് ചിന്തിക്കാൻ ക്ലിനിക്കിനെ പ്രേരിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി ആ ദിശയിൽ നടന്ന ചർച്ചയുടെ പരിണിത ഫലമാണ് ഇത്തരത്തിലുള്ള ഒരു ഡയാലിസിസ് സെൻ്റർ ഇവിടെ യാഥാർത്ഥ്യമാവുന്നത്. നമ്മുടെ പ്രദേശവാസിയായിട്ടുള്ള റാഡോപോൾ തന്നെ 4 മെഷീനുകൾ നൽകിക്കൊണ്ട് ഈ ഒരു ഡയാലിസിസ് സെൻ്ററിന് നമുക്ക് തുടക്കം കുറിക്കാനായി, അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റ് RO പ്ലാന്റുകൾ, ജനറേറ്റർ പോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ക്ലിനിക്കിൽ തന്നെ, ക്ലിനിക്കിൻ്റെ സ്വന്തം ബിൽഡിങ്ങിൽ തന്നെ ഒരുക്കാൻ സാധിച്ചതും ഈ ക്ലിനിക്കിൻ്റെ പ്രവർത്തന ചരിത്രത്തിൽ 10 വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ പ്രവർത്തന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായാണ് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നത്. സൗജന്യ റേഷൻ, രോഗികളുടെ മക്കൾക്ക് പഠനസഹായം, വിവാഹം, വീട് നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിൽ കാര്യമായ സംഭാവനകൾ നൽകി വരുന്നു. ഏകദേശം 4 ലക്ഷം രൂപയോളം പ്രതിമാസം ഈ ദൗത്യത്തിന് ഇപ്പോൾ ചെലവ് വരുന്നുണ്ട്. മനുഷ്യജന്മം വളരെ ചെറുതാണ്. ഈ ചെറിയ കാലയളവിൽ നമുക്ക് ചെയ്യാനാവുന്ന പ്രവൃത്തികളും തുലവും ചെറുതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജീവകാരുണ്യ പ്രവർത്തനമാണ്. സാന്ത്വന പരിചരണ മേഖല അതിൽ മുഖ്യമായ ഒന്നാണ്. ഈ മഹത്തായ ജീവകാരുണ്യ സംരംഭങ്ങളുമായി നമുക്കെത്ര സഹകരിക്കാനാവും? ആഴ്ചയിൽ 2-3 മണിക്കൂർ ചെലവഴിക്കുന്ന സന്നദ്ധ സേവനത്തിലൂടെ നമ്മുടെ പരിസരങ്ങളിലുള്ള ദീർഘകാല രോഗികളെ ക്ലിനിക്കുമായി ബന്ധപ്പെടുത്തുകയും അവരുടെ ചികിത്സയും പരിചരണവും ഉറപ്പുവരുത്തുകയും അതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ആർഭാടങ്ങൾ കുറച്ച് അതിലൊരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളത് മഹത്തായ പ്രവർത്തനമാണ്. ഇങ്ങനെ
നമ്മുടെ വരുമാനത്തിൽ നിന്ന് സാധ്യമായ ഒരു തുക പ്രതിമാസം സംഭാവന ചെയ്യുന്നതിലൂടെ നാം ചെയ്യുന്നത് ഒരു കുടുംബത്തിന്റെ തീരാദുരിതങ്ങളിൽ നിന്ന് അതിനെ കരകയറ്റുകയാവാം. രോഗത്തിനും രോഗിക്കും ജാതിമത രാഷ്ട്രീയ ഭേദങ്ങളില്ല, സാമുദായിക മതരാഷ്ട്രീയ ഭേദങ്ങളില്ല. അതിർവരമ്പുകളില്ലാത്ത ഈ സേവനപാതയിലേക്ക് താങ്കളും കടന്നുവരിക. രോഗദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്ന മഹാരോഗികളെ കണ്ടിൽ നിന്ന് നടിക്കാൻ നമുക്കാകുമോ? വേദനയകറ്റാനുള്ള മരുന്നോ ഒരു നേരത്തെ ആഹാരമോ ഒരിറ്റു സാന്ത്വനമോ ലഭിക്കാതെ ശാന്തമായൊന്നുറങ്ങാൻ പോലും കഴിയാതെ നരകിക്കുന്ന ആയിരക്കണക്കിന് ഹതഭാഗ്യരായ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന കാര്യം ജീവിതത്തിരക്കിനിടയിൽ നാം മറന്നുപോകുന്നു. രോഗീ പരിചരണം കുടുംബത്തിന്റെ മാത്രം ബാധ്യതയല്ല, സമൂഹത്തിൻ്റേതു കൂടിയാണ്. ഈ യാഥാർത്ഥ്യം നമ്മെ ആവർത്തിച്ചുണർത്തുന്നു. രോഗത്തെ വെറുക്കുക, രോഗിയെ സ്നേഹിക്കുക. സ്നേഹത്തിന്റെയും സാന്ത്വന പരിചരണത്തിന്റെയും ഈ വഴികളിൽ, തുടർ പ്രവർത്തനങ്ങളിൽ ഓരോ മനുഷ്യസ്നേഹിയും പങ്കാളിയാവുക. ഒരിറ്റു സ്നേഹം, സാന്ത്വനം, വേദനയിൽ നിന്ന്, രോഗദുരിതത്തിൽ നിന്ന് ആശ്വാസമേകുക. ഇരുണ്ട ആ ജീവിതങ്ങളെ പ്രകാശപൂർണമാക്കാൻ, നിരാശയുടെ കൊടുംതുരുത്തിലകപ്പെട്ട ആ മനുഷ്യജീവികളെ പ്രതീക്ഷാനിർഭരമായ ലോകത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു കൈ, ഹൃദയത്തിൽ നിന്ന് ഒരു വാക്ക്, സാന്ത്വനത്തിന്റെ കൈകൾ കൊണ്ട് തീർത്ത തുടർ കണ്ണികൾ, പരിചരണത്തിന്റെ ആ കണ്ണിയിൽ അണിചേരുക. സഹജീവികളുടെ കണ്ണുനീരൊപ്പാൻ കൂകിപ്പാഞ്ഞ് ജീവിതത്തിന്റെ തീവണ്ടി സ്റ്റേഷനുകളിൽ നിന്ന് സ്റ്റേഷനുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഒരിക്കൽ എല്ലാം വെടിഞ്ഞ് ഇറങ്ങിപ്പോകേണ്ടവരാണ് നമ്മൾ. ദുരിതമനുഭവിക്കുന്ന സഹജീവിക്ക് അല്പമെങ്കിലും ആശ്വാസമേകാൻ സന്മനസ്സുള്ള ആർക്കും ഈ സംരംഭത്തിൽ പങ്കാളികളാണ്. നിങ്ങൾ നൽകുന്നതെന്തും, അതെത്ര ചെറുതായാൽ പോലും കഷ്ടത അനുഭവിക്കുന്ന രോഗിക്ക് ഏറെ വലുതാണ്. ഒരു നേരത്തെ വേദന സംഹാരിക്കുക, ഒരു നേരത്തെ ഭക്ഷണത്തിന് ശാന്തമായൊന്നുറങ്ങാൻ അത് മതിയാകും. മറക്കരുത്, കാലത്തിൽ അവശേഷിപ്പിക്കുക, ഓർത്തെടുക്കുക. സഹജീവികളോടുള്ള സ്നേഹവും അവരുടെ വേദനയകറ്റുവാനുള്ള പ്രവർത്തനവും മാത്രമാണ് നമുക്ക് ഈ ചെറിയ ഭൂമിയിലെ ഈ ചെറിയ കാലത്തെ ജീവിതം കൊണ്ട് ചെയ്യുവാനുള്ളത്. ഓർത്തിരിക്കുക. കാലമിനിയുമുരുളും വിഷുവരും വർഷം വരും, തിരുവോണം വരും, പിന്നെയോരോ തളിരിലും പൂവരും കായ് വരും. അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം, ഇപ്പോഴേ ആർദ്രരായി സൗമ്യരായി എതിരേൽക്കാം. വരിക സഖി, അരികത്തു ചേർന്നു നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്കൂ. നാം അന്യോന്യമൂന്നു വടികളായി നിൽക്കാം. സഫലമീ യാത്ര.